കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ ഒരാഴ്ചയായി തുടർന്ന ജനകീയ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. പ്രതിഷേധക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ആയെന്നാണ് വിവരം. സ്വേച്ഛാധിപതിയെ താഴെയിറക്കുക, ഖമേനിയെ താഴെയിറക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി കൂടി ഇത് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്ഷോഭങ്ങൾ പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഇപ്പോൾ ജനം വല്ലാതെ ദുരിതത്തിലാണ്. നമുക്കറിയാം, അവിടെ വലിയ പണപ്പെരുപ്പമുണ്ട്, സാധന സാമഗ്രികൾക്ക് ക്ഷാമമുണ്ട്, ജനത്തിൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുണ്ട്, വിലക്കയറ്റം വല്ലാത്ത തോതിലാണ്. സ്വാഭാവികമാണ് ജനത്തിൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ സ്ഥിതി? നിയന്ത്രണ വിധേയമാക്കാൻ ഭരണകൂടത്തിന് സാധിക്കാത്ത അവസ്ഥയല്ലേ? രഞ്ജിത്ത്, ഇറാനിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം തുടരുകയാണ്. ആ പ്രക്ഷോഭം ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ വ്യാപാരികൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നാലെ അത് വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെട്ട വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വലിയ അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. പലയിടത്തും സേനാ വിഭാഗങ്ങളുമായും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമം അത് വലിയ രീതിയിൽ അക്രമത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതുമൂലം 6 പേരോളം ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഈ ആക്രമണകാരിയുടെ മായിട്ടുള്ള ഈ ഒരു സംഭവത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെ 7 പേർ ഈ ഒരു ഒരാഴ്ചക്കാലമായി തുടരുന്ന വലിയ ഈ അക്രമ സംഭവങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിൽ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സമീപകാലത്തെങ്ങും ഇറാൻ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പണപ്പെരുപ്പവും വലിയ രീതിയിൽ അവിടുത്തെ കറൻസിക്ക് വലിയ ഇടിവ് സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ വ്യാപാരം നടക്കുന്ന ഏകദേശം 13 ലക്ഷത്തിലധികം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ 13,90,000 ഇറാനിയൻ കറൻസി എന്ന രീതിയിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ നിലവിൽ നൽകുന്നതിനേക്കാൾ 70% തുക കൂടുതൽ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം, മരുന്നുകൾക്കും 50% തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയും ഒപ്പം തന്നെ ഖമേനി സർക്കാർ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം താഴേക്ക് പോയിടണം എന്നുള്ള ചില മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരികൾ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. സമീപകാലത്ത് ബംഗ്ലാദേശിലും ഒപ്പം തന്നെ നേപ്പാളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ജൻസി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇറാനിൽ നടക്കുന്നത് അവിടെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടുത്തെ ഈ ഒരു വിഷയം മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2015 ഇതിനു മുമ്പ് ഏറ്റവും വലിയ രീതിയിൽ ഈ പണപ്പെരുപ്പവും ഒപ്പം തന്നെ ഇത്തരത്തിൽ അവിടുത്തെ കറൻസിയുടെ മൂല്യം ഇടിയുകയും ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് പോലും വ്യാപാരം നടത്തിയിരുന്ന ഏകദേശം 32,000 വരെ മറ്റേ ഈ പറയുന്ന ഇറാനിയൻ കറൻസി എന്ന രീതിയിലായിരുന്നു. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്ന് വ്യാപാരം നടത്തിയിരുന്നത്. പക്ഷേ അതിലും എത്രയോ മടങ്ങ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. GDP ഒക്കെ ഏകദേശം 1.7 കൂപ്പിക്കുത്തിയിരിക്കുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് അത്രത്തോളം ആശങ്കാജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, പഹ്ലവി ഭരണകൂടം തിരിച്ചു വരണം. അതായത് രാജകുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള അനന്തരാവകാശി സിറ പഹ്ലവി അവിടെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാർ വരണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേലും US-ഉം അമേരിക്കയും ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്ക്, ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത് ഒരു തരത്തിലും ഇപ്പോഴത്തെ ഭരണകൂടവുമായി നിങ്ങൾ യോജിച്ചു പോയാൽ ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള ദുരിതമായിരിക്കും, അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതെന്നായിരുന്നു US-ഉം ഒപ്പം തന്നെ ഇസ്രായേലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രക്ഷോഭം തുടർന്നു കൊണ്ടുപോവുക എന്ന രീതിയിൽ അവർ ഇതിനൊരു മരുന്ന് നൽകുന്ന രീതിയിൽ, അതായത് ഒരു വളമിട്ട് നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭരണകൂടം വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരികളുമായി ഒരു ചർച്ച നടത്തി ഈ ഒരു സംഭവത്തിലൊരു സമവായം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ്. എന്തായാലും അതിനൊരു സ്കോപ്പ് നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു
അനുകൂല സമീപം ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ടെഹ്റാൻ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നുവെങ്കിൽ അത് മറ്റ് നഗരപ്രദേശങ്ങളിൽ കൂടി കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കൂടുതൽ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷം, ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിവിശേഷം, അങ്ങനെ വലിയ ദുരിതത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. MG മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഇറാനിൽ പ്രക്ഷോഭത്തിന് ശമനമില്ല, ഇപ്പോഴും സമാനമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വലിയ അസംതൃപ്തിയിലാണ് ജനം എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം.